എന്തായാലും പുനലൂരിൽ UDFന് ആശ്വാസമായിരിക്കുകയാണ്. കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി സഞ്ജയ് ഖാൻ പിന്മാറിയിരിക്കുകയാണ്. KC വേണുഗോപാൽ നേരിട്ട് സംസാരിച്ചതിനെ തുടർന്നാണ് ഈ പിന്മാറ്റം. സൂര്യഗായത്രി ഇപ്പോൾ കൊല്ലത്തുനിന്ന് ചേരുന്നുണ്ട്. സൂര്യഗായത്രി, ഇത് രണ്ടാമത്തെ തലവേദനയായിരുന്നു. ഒടുവിൽ അതും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് ഒഴിയുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ സൂര്യഗായത്രി? ഉന്മേഷ്, പുനലൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കില്ലെന്നാണ് സഞ്ജയ് ഖാൻ പറഞ്ഞിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ന് 12:30 മണിക്ക് നാമനിർദ്ദേശ പത്രിക താൻ സമർപ്പിക്കുമെന്നുള്ളതാണ് സഞ്ജയ് ഖാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് കാണണമെന്ന് KC വേണുഗോപാൽ സഞ്ജയ് ഖാനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കുടുംബാംഗങ്ങളെ സ്നേഹിക്കുന്നത് പോലെയാണ് താൻ കോൺഗ്രസിനെ സ്നേഹിച്ചതെന്നുള്ളത് KCയോട് സഞ്ജയ് ഖാൻ പറയുന്നു. കോൺഗ്രസിനെ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ലീഗ് സ്വതന്ത്രനായി മത്സരിക്കാൻ താൻ സമ്മതം അറിയിച്ചിട്ടുണ്ടായിരുന്നു. നാമനിർദ്ദേശ പത്രിക താൻ സമർപ്പിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് KC വേണുഗോപാലൻ നൽകിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം സഞ്ജയ് ഖാൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സീറ്റ് അത് ലീഗിന് നൽകാൻ കഴിയില്ല എന്നതിൽ പ്രതിഷേധിച്ചാണ് സഞ്ജയ് ഖാൻ മത്സരിക്കാൻ തീരുമാനമെടുത്തത്. അത് ആദ്യം തീരുമാനിച്ചിരുന്ന കോൺഗ്രസ് വിമതൻ പിന്മാറുക കൂടി ചെയ്തതോടെയാണ് കഴിഞ്ഞ ദിവസം തന്നെ സഞ്ജയ് ഖാൻ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. അതിനുശേഷം പല പല സ്ഥലങ്ങളിൽ നിന്നും വലിയ സമ്മർദ്ദം സഞ്ജയ് ഖാന് ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അതിൽ KC വേണുഗോപാലിന്റെ അടക്കം ഉള്ള ഇടപെടൽ നേരിട്ട് KC വേണുഗോപാൽ കാണാൻ ക്ഷണിച്ചു. സംസാരിച്ചതിനെ തുടർന്നാണ് പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. UDFന് പിന്തുണ നൽകുമെന്നും ഇന്നു മുതൽ തന്നെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി, അതായത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നൌഷാദ് യൂനുസിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുമാണ് സഞ്ജയ് ഖാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ പുനലൂരിലെ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടുകയാണ്. UDFന്റെ തലവേദന ഒഴിയുകയാണ്. സൂര്യ, എന്തായാലും KCയുടെ ഇടപെടലിൽ ഇത്തരത്തിൽ ഒരു പിന്മാറ്റം, ആ പിന്മാറ്റം എവിടെയേറെ ആശ്വാസകരമാണ് UDF ക്യാമ്പിന്. ഒപ്പം തന്നെ അദ്ദേഹം പൂർണ്ണ മനസ്സോടുകൂടെ UDF ക്യാമ്പിനൊപ്പം ചേർന്ന് ഈ ഒരു പ്രചാരണ കാലഘട്ടത്തിലുടനീളം കൂടെ നിൽക്കുമെന്ന് ഒരു വാഗ്ദാനം കൂടി നൽകുന്നുണ്ടല്ലോ അല്ലേ? ഉറപ്പായിട്ടും ക്രിസ്ത്യന, അതായത് സഞ്ജയ് ഖാൻ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ തീരുമാനിച്ച വിമതൻ പിന്മാറുകയാണെങ്കിൽ താൻ മത്സരിക്കാൻ ഇറങ്ങുന്നു, അത് മുന്നണിയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ പിന്തുണച്ചില്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് താൻ മത്സരിക്കുമെന്നുള്ളതാണ് സഞ്ജയ് ഖാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ തന്നെ പോസ്റ്റർ ഉൾപ്പെടെ ഇറക്കുകയും മത്സരത്തിനായിട്ട് തയ്യാറെടുക്കുന്നു. ഇന്ന് 12:30 മണിക്ക് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നൊക്കെ തന്നെ സഞ്ജയ് ഖാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. അവിടെ നിന്നാണ് പിന്നീട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുത്, ഒരു വെല്ലുവിളിയാകരുത് എന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഫോൺ കോളുകളും മെസ്സേജുകളും ഒക്കെ സഞ്ജയ് ഖാനെ തേടിയെത്തുന്നു. DCC കൊല്ലം ജില്ലാ DCCയും സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ സഞ്ജയ് ഖാനെ മത്സരത്തിൽ നിന്ന് പിന്മാറണം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കരുത് എന്നൊരു ആവശ്യം ഉയർത്തിക്കൊണ്ട് സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ വരെയും നാമനിർദ്ദേശ പത്രിക താൻ മത്സരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് സഞ്ജയ് ഖാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ KC വേണുഗോപാലിന്റെ നേരിട്ടുള്ള ഇടപെടലാണ് മത്സരത്തിൽ നിന്ന് പിന്മാറാൻ സഞ്ജയ് ഖാനെ പ്രേരിപ്പിച്ചത് എന്നത് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും UDFന് പിന്തുണ നൽകുമെന്നുള്ളതാണ് സഞ്ജയ് ഖാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.